നമസ്കാരം. പ്രൊഫസർ തിയറി അർനാക് വളരെ ഡീപ്പ് തോട്ടിലായിരുന്നു. പ്രധാനമായും അദ്ദേഹം ആ സമയത്ത് ചിന്തിച്ചിരുന്നത് ക്യാപ്റ്റൻ നെമോയെ കുറിച്ചായിരുന്നു. അവര് വളരെ അടുത്ത് പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ നെമോ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രൊഫസറുടെ ഒരു ആരാധകനാണെന്നുള്ള കാര്യം. പക്ഷെ ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് ക്യാപ്റ്റൻ നെമോ എന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ ആർക്കും അറിയില്ല. മറ്റൊരു മിസ്റ്ററിയും പ്രൊഫസറുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് അവര് തടവിലാക്കപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ ഗുരുതരമായി പരിക്കേറ്റ ഒരു ജീവനക്കാരനെ പ്രൊഫസർ കാണുന്നു. പിന്നെ ആ ജീവനക്കാരൻ മരിക്കുന്നു, അയാളുടെ ബോഡി കടലിൽ അടക്കുന്നു. പക്ഷെ അന്ന് സംഭവിച്ചത് എന്ത്, അതും ആർക്കും അറിയില്ല. ഇത്തരം ഗഹനമായ ചിന്തകളിൽ പ്രൊഫസർ വ്യാപിച്ചിരിക്കുന്ന സമയത്താണ് നെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകും. പ്രൊഫസർ ഒരു ചോദ്യഭാവത്തിൽ നെറ്റ്ലാൻഡിനെ നോക്കി. അവര് ആ അന്തർവാഹിനിയിൽ ആദ്യമായിട്ട് ക്യാപ്റ്റൻ നെമോയെ കണ്ടപ്പോഴേ ക്യാപ്റ്റൻ നെമോ പ്രൊഫസറോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ ഈ അന്തർവാഹിനിയിൽ നിന്ന് പുറത്തുവിടില്ല. കാരണം ഞാനോ ഇത്തരം ഒരു അന്തർവാഹിനിയോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ലോകം അറിയാൻ പാടില്ല. പക്ഷെ ഇപ്പോ ഇതാ നെഡ് പറയുന്നു രക്ഷപ്പെടും എന്ന്. പ്രൊഫസർ ഒരു ചോദ്യഭാവത്തിൽ നോക്കിയപ്പോ നെഡ് തുറന്നു. ഈ അന്തർവാഹിനിക്കകത്തുള്ള ബോട്ടിൽ ഞാൻ ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണിക്ക് നമ്മൾ ആ ബോട്ടിൽ കയറി ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ പറയുന്ന സമയത്ത് അന്തർവാഹിനി കടലിന്റെ ഒരു പകുതി അടിയിലും പകുതി മുകളിലും എന്നുള്ള രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ചോദിച്ചു, താങ്കളപ്പോ ഇതൊക്കെ വളരെ നേരത്തെ തയ്യാറാക്കിയോ? നെഡ് തുടർന്നു, കഴിഞ്ഞ 2 ദിവസം ഞാനും കൺസിയും ഈ അറേഞ്ച്മെന്റ്സ് നടത്തുമായിരുന്നു, മറ്റാരും അറിയാതെ. നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും കൂടാതെ ചില ആയുധങ്ങളും പിന്നെ ഓഫ്കോഴ്സ് എന്റെ ഹാർപ്പൂണും എല്ലാം ഞാൻ അതിന്റെ പരിസരത്തായിട്ട് വെച്ചിട്ടുണ്ട്. രാത്രി പെട്ടെന്ന് എല്ലായിടത്തും നമ്മള് ബോട്ടിലേക്ക് കയറുന്നു, ബോട്ട് ഡിറ്റാച്ച് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. വൈകുന്നേരം 6:30 ആയപ്പോ പ്രൊഫസർ ഭക്ഷണം കഴിച്ചു. വിശക്കുന്നില്ല, എന്നാലും കഴിച്ചു. കൂടാതെ ആകെ ടെൻഷൻ. പിടിക്കപ്പെട്ടാൽ, അതുവരെ ക്യാപ്റ്റൻ നെമോയി നല്ല ടേംസിലാണ്, അവർ വളരെ ക്ലോസ് ആണ്. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻ നെമോയെ എങ്ങനെ ഫേസ് ചെയ്യും? അത് പ്രൊഫസറുടെ ഒരു വലിയ വിഷയമാണ്. അത്തരം പല ചിന്തകളുമായിട്ട് പ്രൊഫസർ 7 മണി തൊട്ട് പിന്നെ നിമിഷങ്ങൾ എണ്ണാൻ തുടങ്ങി. അങ്ങനെ 8 മണിയായി, 9 മണിയായി, 9:45 വരെ പ്രൊഫസർ എണ്ണിക്കൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് ടെൻഷൻ കൂടുകയാണ്. പ്രൊഫസർ മെല്ലെ എണീറ്റ് ക്യാപ്റ്റൻ നെമോയുടെ ക്യാബിന്റെ ഡോറില് ചെവി ഒന്നിങ്ങനെ അമർത്തി അകത്തെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി. നിശബ്ദം, യാതൊരു ശബ്ദവും അകത്തുനിന്ന് കേൾക്കുന്നില്ല. ക്യാപ്റ്റൻ നെമോ എന്തോ ഡീപ്പായി പഠിക്കുകയാണ് എന്നുള്ള കാര്യം പ്രൊഫസർക്ക് മനസ്സിലായി. കൃത്യം 9:55 പെട്ടെന്ന് നോട്ടിലസ് കടലിനടിയിലേക്ക് താഴുന്നു. കടലിന്റെ അടിത്തട്ടിൽ അത് നിശ്ചലമായി നിൽക്കുന്നു. അതോടെ രക്ഷപ്പെടൽ എന്നുള്ള ആ ഒരു ചിന്ത തൽക്കാലം നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. കാരണം ആ അന്തർവാഹിനി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. ബോട്ട് പുറത്തിറക്കുമ്പോഴുള്ള ശബ്ദം എല്ലാവരും കേൾക്കും. ഓടിക്കൊണ്ടിരിക്കുമ്പോ എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിലും നിർത്തിയിട്ടിരിക്കുമ്പോൾ അത് എളുപ്പമല്ല. പെട്ടെന്ന് ക്യാപ്റ്റൻ നെമോ പ്രൊഫസറുടെ ക്യാബിനിലേക്ക് കയറി വന്നു. പ്രൊഫസറോട് ചോദിച്ചു, താങ്കൾ വിഗോബയെ കുറിച്ച് കേട്ടിട്ടില്ലേ? വിഗോബ എന്ന് പറയുന്നത് സ്പെയിനിലെ ഒരു തുറമുഖമാണ്. 1702 അവിടെ നടന്ന ചില സംഭവങ്ങൾ, ആ സംഭവങ്ങൾ യൂറോപ്പിലെല്ലാം വളരെ പ്രചാരത്തിലുള്ള കാര്യങ്ങളാണ്. അതാണ് ക്യാപ്റ്റൻ നെമോ ഉദ്ദേശിക്കുന്നതെന്ന് പ്രൊഫസർക്ക് മനസ്സിലായി. 1702 അയൽ രാജ്യങ്ങളായ ഹോളണ്ട്, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ ചില രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്നു. ആ സമയത്ത് സ്പെയിനിന്റെ ഭരണാധികാരി ഫിലിപ്പ് രാജകുമാരൻ, അദ്ദേഹം അത്ര ഭരണപരിചയമോ നൈപുണ്യമോ ഉള്ള ആളല്ല, അയാളെ പുറത്താക്കാൻ തീരുമാനം എടുക്കുന്നു. ഫിലിപ്പ് രാജകുമാരനാണെങ്കിൽ ആ സമയത്ത് മതിയായ ആയുധബലമോ സൈന്യബലമോ ഇല്ല, അത് സംഘടിപ്പിക്കാനുള്ള സാമ്പത്തികവും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാവുന്നു. അമേരിക്ക ഒരു കപ്പൽ നിറയെ സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും സ്പെയിനിലേക്ക് അയക്കുന്നു. ആയതിനെ കുറിച്ച് സൂചന കിട്ടിയ ശത്രു രാജ്യങ്ങൾ 1702 വിഗോബെ എന്ന ആ പോർട്ടിൽ വെച്ച് ആ കപ്പൽ മുക്കി. പക്ഷെ
ആ സ്വർണവും വെള്ളിയൊന്നും വീണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ വേറൊരു കാര്യം സംഭവിച്ചു. ഫിലിപ്പ് രാജകുമാരന് മതിയായ സൈനിക ബലം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ അയൽ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി. ക്യാപ്റ്റൻ നെമോ തുടർന്നു. അന്ന് മുങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും അടങ്ങിയ ആ കപ്പൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു. അവിടെ നിന്ന് നോട്ടിലസ് വളരെ മെല്ലെ മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം യാത്ര ചെയ്തതിനു ശേഷം അത് നിശ്ചലമായി വീണ്ടും ഒരു അണ്ടർ സീ എക്സ്കർഷൻ ഡൈവിംഗ് സൂട്ടെല്ലാം ധരിച്ച് ക്ലൗസറും നെമോയും ടീമും പുറത്തിറങ്ങി അവർ ആ മുങ്ങിക്കിടക്കുന്ന കപ്പലിനടുത്തെത്തി. നെമോയുടെ ചില സ്റ്റാഫുകളോട് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവര് അതിൽ നിന്ന് വെള്ളിയും സ്വർണവും എല്ലാം അന്തർവാഹിനിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ നെമോ പറഞ്ഞു, ഈ ഒരു കപ്പൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലുള്ള പല കപ്പലുകളും ഇതുപോലെ അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിലുണ്ട്. പ്രൊഫസർ അപ്പ ആലോചിച്ചത് നിക്കോളാസ് എന്ന ആ നീന്തൽ വിദഗ്ധന്റെ ചില പ്രകടനങ്ങളായിരുന്നു. അന്ന് അന്തർവാഹിനിയിൽ കണ്ട സ്വർണ്ണക്കട്ടികൾ അത്തരം ഒരു കപ്പലിൽ നിന്ന് നിക്കോളാസ് വീണ്ടെടുത്തതാണ് എന്ന് പ്രൊഫസർ ഊഹിച്ചു. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് ക്യാപ്റ്റൻ നമ്മോടൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും നോട്ടിലസ് യാത്രയായി. 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഭാഗത്ത് രാത്രി അത് ഹോൾട്ട് ചെയ്തു. അന്നും ക്യാപ്റ്റൻ നമ്മ പ്രൊഫസറോട് പറഞ്ഞു, നമുക്കൊരു എക്സ്കർഷൻ പോയാലോ? പക്ഷെ അന്നത്തെ എക്സ്കർഷന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യാത്രയിൽ അവര് ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നില്ല. പ്രൊഫസർ ചോദിച്ചു, ലൈറ്റ് എടുക്കാത്തത് എന്താ? അതിന്റെ ആവശ്യമില്ല, നമുക്കുള്ള വഴികാട്ടി ഇവിടെ ഉണ്ട്. നോട്ടിലസ് നിന്ന് പുറത്തിറങ്ങിയ പ്രൊഫസറോട് ക്യാപ്റ്റൻ നെമോ ദൂരേക്ക് കൈ ചൂണ്ടി. പ്രൊഫസർ നോക്കി. ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചുവന്ന വെളിച്ചം. കടലിനടിയിൽ അങ്ങനെ ഒരു വെളിച്ചത്തിന്റെ സാങ്കത്യം എന്താണെന്ന് പ്രൊഫസർക്ക് മനസ്സിലായില്ല. എന്തായാലും അവര് ആ വെളിച്ചം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. വളരെ നേരത്തെ ശ്രമഫലമായി ആ വെളിച്ചത്തിന്റെ പരിസരങ്ങളിലേക്ക് എത്തി. അതൊരു മൗണ്ടൻ ആണെന്നുള്ള കാര്യം, കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു മൗണ്ടൻ ആണെന്നുള്ള കാര്യം പ്രൊഫസർക്ക് മനസ്സിലായി. പിന്നീട് ആ മൗണ്ടൻ അവർ കയറി തുടങ്ങി. അങ്ങനെ കയറുന്ന സമയത്ത് ക്യാപ്റ്റൻ നമ്മ പറഞ്ഞു, ഇതിന്റെ അടിത്തട്ടിൽ ഒരു അഗ്നിപർവ്വതം മന്ദഗതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ വെളിച്ചമാണ് നമ്മൾ ആ കാണുന്നത്. ഈ മൗണ്ടന്റെ അകത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ നിന്ന് പുറത്തു വരുന്ന തീയുടെ വെളിച്ചമാണ് നമ്മൾ ആ ദൂരെ നിന്ന് കാണുന്നത്. ആ ഗുഹയുടെ ഒരു പ്രത്യേക ആകൃതി കാണണം. കടൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ആ തീയെ അണയാതെ കത്തി നിൽക്കുന്നു. അവർ ആ ഗുഹയുടെ പരിസരത്തെല്ലാം സഞ്ചരിച്ചു. ആ തീയും അതികഠിനമായ ചൂടും, ആ കടലിന്റെ അടിത്തട്ടിൽ അത്രയും തീയും ചൂടും ഒന്നും പ്രൊഫസർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു. പിന്നീട് അവർ തിരിച്ച് നോട്ടിലസിലേക്ക് മടങ്ങി. പുലർച്ചെ 4 മണിക്കാണ് നോട്ടിലസിൽ തിരിച്ചെത്തുന്നത്. പ്രൊഫസർ ഉറങ്ങാൻ കിടന്നു. ഏകദേശം ഉച്ചയോടെയാണ് എണീക്കുന്നത്. പക്ഷെ ക്യാപ്റ്റൻ അവിടെ വളരെ കൂളായിട്ട് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങിയ രീതിയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുവരെ കാണാത്ത പല കടൽ ജീവികളെയും തുടർന്നുള്ള യാത്രയിൽ പ്രൊഫസർക്ക് കാണാൻ കഴിഞ്ഞു. 5 മീറ്റർ വരെ നീളമുള്ള തെരണ്ടികൾ, മറ്റ് പല മത്സ്യങ്ങളും മറ്റ് കടൽ ജീവികളും. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മറ്റൊരു ഭാഗത്തെത്തി. കടലിന്റെ അടിത്തട്ടിൽ മതിൽക്കെട്ട് പോലൊരു ഭാഗം, അതിനകത്ത് ഒരു തടാകം പോലെ നിശ്ചലമായി നിൽക്കുന്ന വെള്ളം. പ്രൊഫസർ പറഞ്ഞു, ഇതൊരു കെട്ടടങ്ങിയ അഗ്നിപർവ്വതമാണ്. പലപ്പോഴും ഞാനിത് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ശാന്തമായ സ്ഥലം, യാതൊരു ഒച്ചയോ ബഹളമൊന്നുമില്ല. അന്തർവാഹിനി അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ക്യാപ്റ്റൻ നമ്മയുടെ ചില ജീവനക്കാർ പുറത്തിറങ്ങി അതിൻ്റെ അകത്തേക്ക് ചില സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ തുടങ്ങി. പ്രൊഫസർ ചോദിച്ചു, ഇതെന്താ അത്? ഇത് സോഡിയം. ഇവിടെ നിന്നാണ് ഈ അന്തർവാഹിനിക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള സോഡിയം ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. ആ സോഡിയം നിർമ്മിക്കുന്ന പ്രോസസ്സിനായിട്ട് ഈ കെട്ടടങ്ങിയ അഗ്നിപർവ്വതത്തിലുള്ള കൽക്കരി ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പല സമയത്തും തീ പുകയും. അത് പുറത്തേക്ക് കാണുന്നത് കൊണ്ട് ആൾക്കാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഈ അഗ്നിപർവ്വതം കെട്ടടങ്ങി എന്നുള്ള കാര്യം. ഇതെപ്പോഴും പോഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ആരും ഇതിൻ്റെ അടുത്തേക്ക് അങ്ങനെ വരാറ്. അപ്പോഴാണ് പ്രൊഫസർ മുകളിലോട്ട് നോക്കുന്നത്. ആ പർവ്വതത്തിന്റെ മുകൾ വശം ഒരു വലിയ ഹോളായിട്ട് കടലിന്റെ ഉപരിതലത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അതായത് കടലിന്റെ സർഫസ് നോക്കിയാൽ ഒരു ചെറിയൊരു മല, അതിന്റെ നടുക്ക് ഒരു ഹോളുണ്ട്. ആ ഹോള് നേരെ ഈ അടിത്തട്ടിലുള്ള ആ തടാകത്തിലേക്കാണ് എത്തുക. പ്രൊഫസറും നെഡും കൺസിയും അതിലെ കുറച്ചു നേരം മുകളിലേക്ക് കയറി നോക്കി. പക്ഷെ വളരെയധികം പൊക്കത്തിലാണ് കടലിന്റെ ഉപരിതലം. അങ്ങോട്ടൊന്നും നടന്നു കയറാൻ അവരെ കൊണ്ട് പറ്റിയില്ല.
പലതരം പക്ഷികളെ അവർക്ക് കാണാൻ കഴിഞ്ഞു. നെഡ് അപ്പൊ പറഞ്ഞു, ഹാർപൂൺ എടുക്കാത്തത് വലിയ കഷ്ടമായിപ്പോയി. നെഡിനെപ്പോഴും വേട്ട എന്നുള്ളത് ഒരു രസമാണല്ലോ. പക്ഷെ വളരെ നേരത്തെ സമഫലമായി ഒരു വലിയ പക്ഷിയെ കല്ലെറിഞ്ഞു വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ആ പക്ഷിയുമായി വിജയശ്രീലാളിതനായി നെഡും കൂടെ പ്രൊഫസറും കൺസിയും തിരിച്ച് നോട്ടിലസിലെത്തി. ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ഇന്ന് ഇവിടെ കൂടുതൽ സമയം റെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഉടനെ പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കടലിലെ ഏറ്റവും വലിയ ജലപ്രവാഹം ഗൾഫ് സ്ട്രീമിലൂടെയായിരുന്നു കുറച്ചു നേരം യാത്ര. പിന്നീട് അവര് സർഗാസോ കടലിൽ പ്രവേശിച്ചു. അറ്റ്ലാന്റിക്കിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് വളരെ ആഴത്തിൽ നോട്ടിലസ് സ്റ്റോപ്പ് ചെയ്യിച്ചു. പ്രൊഫസറോട് ക്യാപ്റ്റൻ അമ്മ ചോദിച്ചു, ഈ ഭാഗത്തുള്ള കടലിന്റെ ആഴം എത്രയാണെന്നറിയാവോ? പ്രൊഫസർ പറഞ്ഞു, ഇല്ല. 16 കിലോമീറ്റർ. അത് ഷൂൾസ് വേണിന്റെ ഒരു ഭാവന മാത്രമാണ്. അത്രയും ആഴമുള്ള സ്ഥലം ഇന്നേ വരെ നമ്മൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ആഴമുള്ള ഭാഗം പസഫിക്കില് 11 കിലോമീറ്റർ ആഴമുള്ള മെറീന ട്രെഞ്ചാണ്. എല്ലാരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അമ്മയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ക്യാബിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫി ക്യാമറ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ ഭാഗത്തിന്റെ ചില ഫോട്ടോകൾ എടുക്കുന്നു. അതിനുശേഷം അവർ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അത്തരം ഒരു ക്യാമറ ആ അന്തർവാഹിനിയിലുള്ള വിവരം അതുവരെ പ്രൊഫസർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നെഡ് വീണ്ടും പ്രൊഫസർ അടുത്തെത്തി. ഈ സമയത്തെല്ലാം കടലിന്റെ വളരെ ആഴമുള്ള ഭാഗങ്ങളിലൂടെയാണ് നോട്ടിലസ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു പ്ലാൻ നടപ്പിലാക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. നെഡ് പറഞ്ഞു, ഇനി ഒരു വഴിയുള്ളൂ. പ്രൊഫസർ ഒരു ചോദ്യഭാവത്തിൽ നോക്കി, ഇതിനകത്തുള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തണം, എന്നാലേ ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പ്രൊഫസർ പറഞ്ഞു, അത് മണ്ടത്തരമാണ്. ഒന്നാമത്തെ കാര്യം, ഈ അന്തർവാഹിനിക്ക് എത്ര ക്യാബിൻ ഉണ്ടെന്നോ ഇതിന്റെ അകത്ത് എത്ര ജീവനക്കാരോ ഉണ്ടെന്നോ നമുക്കറിയില്ല. ഏകദേശം ഒരു 10 പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലോ പിന്നെ അവരുടെ അടുത്ത് എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത്തരം ഒരു ആക്രമണം ആത്മഹത്യാപരമായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ക്ഷമിച്ചേ പറ്റൂ. വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോ ഒരു കൂട്ടം ചെറിയ തരം തിമിംഗലങ്ങളെ, സദേൺ വെയിൽസ് എന്നറിയപ്പെടുന്ന തിമിംഗലങ്ങൾ, അത്തരം ഒരു കൂട്ടത്തിനിടയിലുള്ള നോട്ടിലസ് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് നെഡിന് വീണ്ടും കൈതരിക്കുകയാണ് ഹാർപ്പൂൺ ചെയ്യാൻ. പെട്ടെന്ന് ക്യാപ്റ്റൻ നെമോ അടവെന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഈ ജീവികൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്ക് ഇവിടെ ധാരാളം നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ഉണ്ട്. അദ്ദേഹം വളരെ ദൂരേക്ക് കൈ ചൂണ്ടി. ആ ദൂരന്ന് ചില കറുത്ത മുഴകൾ കടലിന്റെ സർഫസിൽ കണ്ടു. അതാണ് ഇവയുടെ വർഗശത്രുക്കളായ കഹലോട്ട് എന്ന ജീവികൾ. അതും ഒരുതരം തിമിംഗലം തന്നെയാണ്. ഈ കഹലോട്ട്സ് വളരെയധികം ആക്രമണകാരിയാണ്, കൂട്ടമായി സഞ്ചരിക്കും. ഇത്തരം ചെറിയ തിമിംഗലങ്ങളെല്ലാം കൂട്ടത്തോടെ കൊന്നൊടുക്കും. ചിലതിനെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ പോലും കൊല്ലും എന്നുള്ളതാണ് അവയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ സദേൺ വെയിൽസ് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം 300ഓളം ഉള്ള കൂട്ടങ്ങളായിട്ടാണ് കഹലോട്ട്സിന്റെ സഞ്ചാരം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം. അവർ നോക്കി നിൽക്കെ നോട്ടിലസിന്റെ ഫ്രണ്ടിലായി ഒരു സ്റ്റീലിന്റെ കുന്തം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തു. പിന്നീട് നോട്ടിലസ് വളരെ വിദഗ്ധമായി മുകളിലേക്കും താഴേക്കും ഇടത്തേക്കും വലത്തേക്കും വട്ടം ചുറ്റിയും എല്ലാം സഞ്ചരിക്കുകയാണ്. ഓരോ സഞ്ചാരത്തിലും ആ സ്റ്റീൽ കുന്തം ഒരുപാട് കഹലോട്ടുകളെ കൊന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും അങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ആ ഒരു ട്രൂപ്പ് കഹലോട്ട്സിനെ നോട്ടിലസ് വകവരുത്തി. ക്യാപ്റ്റൻ നെമോ നെഡിനോട് ചോദിച്ചു, ഇതുപോലൊരു പെർഫോമൻസ് താങ്കളെ കൊണ്ട് പറ്റുമോ? നെഡ് പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു. ഇതൊരു തരം കശാപ്പുകാരന്റെ അറ്റാക്കാണ്. ഞാൻ കശാപ്പുകാരനല്ല, ഞാൻ ഹണ്ടറാണ്, വേട്ടക്കാരനാണ്. ഇതിനിടയിൽ കഹലോട്ടുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സദേൺ വെയിലിന്റെ ബോഡി അവിടെ ആ നോട്ടിലസിന് അടുത്തായിട്ട് പൊങ്ങി വന്നു. അവർ നോക്കുമ്പോൾ കാണുന്നത് അതിന്റെ നെഞ്ചത്ത് പറ്റിപ്പിടിച്ച് പാല് കുടിച്ചുകൊണ്ട് അപ്പോഴും കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ്. ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ആ കുഞ്ഞിനൊന്നും ഇനി അധികം ആയുസില്ല, കാരണം ഇനി അതിന് പാല് കൊടുക്കാൻ തള്ളയില്ല. അപ്പോഴാണ് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അമ്മയുടെ 2 സ്റ്റാഫുകൾ ഡൈവിംഗ് ഡ്രസ് എല്ലാം ധരിച്ച് ചത്തു കിടക്കുന്ന തിമിംഗലത്തിന്റെ അടുത്തെത്തി അതിന്റെ ബാക്കിയുള്ള ബ്രസ്റ്റുകളിൽ നിന്ന് പാല് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യാൻ തുടങ്ങി. ലിറ്റർ കണക്കിന് പാലുമായിട്ട് അവർ തിരിച്ചു വന്നു. ഒരു ഗ്ലാസ് പാലെടുത്ത് ക്യാപ്റ്റൻ അമ്മ പ്രൊഫസർക്ക് കൊടുത്തു. പ്രൊഫസർ അത് കുടിക്കാനൊന്നും മടിച്ചപ്പോ ക്യാപ്റ്റൻ അമ്മ പറഞ്ഞു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്തപ്പോ പ്രൊഫസർക്ക് മനസ്സിലായി വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരം മിൽക്കാണ് തിമിംഗലത്തിന്റെ എന്ന് മനസ്സിലായി. വീണ്ടും തെക്ക് ഭാഗം ലക്ഷ്യമാക്കി ആ അന്തർവാഹിനി യാത്രയാവുകയാണ്. ആ സമയത്ത് ക്യാപ്റ്റൻ അമ്മ പ്രൊഫസറോട് ചോദിച്ചു, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അറിയാവോ? പ്രൊഫസർ തെക്ക് ഭാഗത്തേക്ക്.
വെറുതെ തെക്ക് ഭാഗത്തേക്കല്ല, സൗത്ത് പോളിലേക്ക്. ട്രൗസർ ഒന്ന് ഞെട്ടി. അതുവരെ ആരും സന്ദർശിച്ചിട്ടില്ലാത്ത സൗത്ത് പോളിലേക്ക് ആ നോട്ടിലസ് യാത്രയാവുന്നു. വളരെ ദൂരത്തെ യാത്രകൾക്ക് ശേഷം ഐസ്ബർഗുകൾ കാണാൻ തുടങ്ങി. ഐസ്ബർഗുകൾക്കിടയിലൂടെ വളരെ വിദഗ്ധമായി നോട്ടിലസ് നീങ്ങിക്കൊണ്ടേയിരുന്നു. വളരെ ഭീമാകാരമായ ഐസ്ബർഗുകളാണ് പലതും. കൂട്ടിയിടിച്ചാൽ ചിലപ്പോ നോട്ടിലസിന് നാശം സംഭവിച്ചേക്കാം. ഇനി നാശം സംഭവിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോ മാർഗ തടസ്സം വന്നേക്കാം. പ്രൊഫസർ ഭയന്ന പോലെ തന്നെ സംഭവിച്ചു. 2 ഐസ്ബർഗുകൾക്കിടയിൽ ആ അന്തർവാഹിനി കുടുങ്ങി, മുന്നോട്ട് പോകാൻ വഴിയില്ല. ആ സമയത്ത് നോട്ടിലസിലെ സ്റ്റാഫുകളെല്ലാം പിക്കാക്സുകളായിട്ട് ഡൈവിംഗ് ഡ്രസ്സും ധരിച്ച് പുറത്തിറങ്ങി ആ മുമ്പിലുള്ള ഐസ്ബർഗിന്റെ പല ഭാഗങ്ങളും പിക്കാക്സ് ഉപയോഗിച്ച് തകർത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇടിച്ച് തകർത്തുകൊണ്ട് നോട്ടിലസ് മുന്നേറി. പ്രൊഫസർ ആ സമയത്ത് ടെമ്പറേച്ചർ ശ്രദ്ധിച്ചു, -5 ഡിഗ്രി സെൽഷ്യസ്. വളരെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ സൗത്ത് പോൾ സീയിലെത്തി. അതും ജൂൾസ് വേണിന്റെ ഒരു ഭാവനയാണ്. സൗത്ത് പോളിൽ ഒരു സീ ഇല്ല. വാസ്തവത്തിൽ നോർത്ത് പോളിന്റെ അതേ രീതിയിലാണ് അദ്ദേഹം സൗത്ത് പോളിനെ വിവരിച്ചിരിക്കുന്നത്. സൗത്ത് പോളിൽ വാസ്തവത്തിൽ അന്റാർട്ടിക്ക എന്ന ഒരു കോണ്ടിനെന്റ് ആണ്. അവിടെ ഒരു സീ അതിന് ചുറ്റും, ഈ അന്റാർട്ടിക്ക കോണ്ടിനെന്റിന് ചുറ്റുമായിട്ടാണ് അന്റാർട്ടിക് ഓഷൻ, അല്ലാതെ സൗത്ത് പോളിലല്ല. പ്രൊഫസർ ടെമ്പറേച്ചർ നോക്കി. ആ സമയത്ത് ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസ്. അത് മറ്റൊരു ഭാവന മാത്രമാണ്. സൗത്ത് പോളിലെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഭാവന എന്ന് പറയുമ്പോഴും ആലോചിക്കണം, അന്നേ വരെ ഒരു മനുഷ്യനും സൗത്ത് പോൾ സന്ദർശിച്ചിട്ടില്ല. സൗത്ത് പോൾ പോയിട്ട് അന്റാർട്ടിക്ക കോണ്ടിനെന്റിൽ പോലും ആദ്യമായിട്ടൊരു മനുഷ്യനെത്തുന്നത് 1895-ലാണ്. അതായത് ഈ നോവൽ എഴുതി കഴിഞ്ഞ ഏകദേശം 20 വർഷത്തിന് ശേഷം. സൗത്ത് പോളിൽ ഒരു മനുഷ്യനെത്തുന്നത് 1911-ലും. അതുകൊണ്ട് ഷൂൾസ് വേണിന്റെ ഭാവന എന്തായാലും വളരെ മികച്ചത് തന്നെയാണ്. കൂടെ അവിടെ കാണപ്പെടുന്ന പല ജീവികളും എല്ലാം നോർത്ത് പോളിൽ കാണുന്ന ജീവികളും സൗത്ത് പോളിലുള്ളതായിട്ടാണ് ഷൂൾസ് വേണിന്റെ ഭാവന. സീൽ എന്ന് പറയുന്ന ജീവി, വാസ്തവത്തിൽ ഈ സൗത്ത് പോളിലും ഒരു സീലുണ്ട്. അത് കുറെ നോർത്ത് പോളിൽ കാണുന്ന സീലല്ല, കുറെ കൂടി അപകടകാരികളായിട്ടുള്ള ലെപ്പേർഡ് സീൽ എന്ന് പറയപ്പെടുന്ന ജീവികളാണ്. അതുകൂടാതെ വാൽറസ് എന്ന ജീവികൾ, വാൽറസ് വാസ്തവത്തിൽ സൗത്ത് പോളിൽ ഇല്ല. സൗത്ത് പോളിൽ ഏറ്റവും കൂടുതലുള്ള പെൻഗ്വിനെ കുറിച്ച് ഷൂൾസ് വേണൊന്നും പറയുന്നില്ല. അപ്പൊ അന്നേ വരെ കാണാത്ത കേട്ടുകേൾവി മാത്രമുള്ള ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഷൂൾസ് വേണിന്റെ ഭാവന മാത്രമാണ് ഈ ബുക്കില് സൗത്ത് പോളിനെ കുറിച്ചുള്ള വർണ്ണന. നോട്ടിലസിൽ നിന്ന് അവര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രൊഫസർ പറഞ്ഞു, ആദ്യമായിട്ട് ഇവിടെ മനുഷ്യൻ വരികയാണ്, താങ്കൾ തന്നെ ആദ്യം ഇറങ്ങും. അങ്ങനെ ക്യാപ്റ്റൻ നെമോ ആദ്യമായി സൗത്ത് പോളിൽ കാലുകുത്തുന്ന മനുഷ്യനായി. പുറകെ പ്രൊഫസർ എർനാക്സ്, അത് കഴിഞ്ഞ് നെഡ്, അത് കഴിഞ്ഞ് കൺസി. ക്യാപ്റ്റൻ നെമോ അവിടെ എത്തിയതിന്റെ പ്രതീകമായി കറുത്ത ഒരു കൊടി, N എന്ന് വലിയ അക്ഷരം രേഖപ്പെടുത്തിയ ഒരു കൊടി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ മടങ്ങി. തിരിച്ചു വരുന്ന വഴിക്ക് വലിയൊരു അപകടം അവർക്ക് നേരിട്ടു. ഒരു കടൽ ജലപ്രവാഹത്തിൽ ഒഴുകി വന്ന ഒരു ഐസ്ബർഗ് നോട്ടിലസിന്റെ സൈഡിൽ ശക്തമായി ഇടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ ദിശ മാറിപ്പോയ നോട്ടിലസ് ഒരു മഞ്ഞ് ഗുഹയ്ക്കകത്തായിപ്പോയി. ഏകദേശം 5 ദിവസത്തെ ശ്രമഫലമായി മഞ്ഞ് പിക്കാക്സ് കൊണ്ട് ഇടിച്ചു തകർത്തും മറ്റുമാണ് അവർ പുറത്തിറങ്ങിയത്. അതിന് നോട്ടിലസിലെ സ്റ്റാഫുകളും അതുകൂടാതെ നെഡും എല്ലാവരും വളരെയധികം അധ്വാനിച്ചു. പിന്നീട് വളരെ ദിവസത്തെ യാത്രകൾക്ക് ശേഷം അവർ ചെന്ന് നേരെ ആമസോൺ റിവറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് നെഡിന്റെ പ്രതീക്ഷകൾ വീണ്ടും ഉയരുകയാണ്, രക്ഷപ്പെടാം എന്നുള്ളത്. പക്ഷേ ആമസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വീതി കൂടിയ ഒരു റിവറാണ്. ഏകദേശം ആ റിവറിന്റെ സെൻട്രലിൽ കൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. തീരത്തിനോട് അല്പം അടുത്ത ആ നോട്ടിലസ് നിർത്തി ചാടി നീന്തി രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്ത നെഡിനുണ്ട്. പക്ഷെ അതിനുള്ള യാതൊരു ചാൻസും ഇല്ല. മാത്രമല്ല ഈ ആമസോണിലെന്ന് പറഞ്ഞാൽ ധാരാളം അപകടകാരികളായ ജീവികളുണ്ട്. അതുകൊണ്ട് അതിലൂടെ കൂടുതൽ നേരം നീന്തുന്നത് ആപത്താണെന്ന് നെഡിനറിയാം. ആമസോണിന്റെ നടുക്കുള്ള ഒരു ചെറിയ ദ്വീപിൽ അവര് കുറച്ചു നേരം വിശ്രമിച്ചു. അവിടെ ധാരാളം കടലാമകളെയും ഇലക്ട്രിക് ഈലുകളെയും അവർക്ക് കാണാൻ കഴിഞ്ഞു. രസകരമായ ഒരു സംഭവം ഉണ്ടായത്, ആ ദ്വീപിന്റെ അടുത്തെത്തിയ സമയത്ത് ഒരു ഇലക്ട്രിക് ഈൽ പെട്ടെന്ന് വെള്ളത്തിൽ നിന്നെടുത്ത് ചാടി അത് വന്ന് വീണത് നോട്ടിലസിന്റെ പ്ലാറ്റ്ഫോമിലാണ്. അത് കുറച്ചു നേരം അവിടെ കിടന്ന് പിടച്ചു. തിരിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു ഘട്ടം വന്നപ്പോ കൺസി അതിനെ ചാടി കയറി പിടിച്ചു. കൺസിക്ക് അറിയില്ലായിരുന്നു അത് ഇലക്ട്രിക് ഈലാണെന്നുള്ള കാര്യം. ശക്തമായ ഷോക്കേറ്റ് കൺസി തെറിച്ചു വീണു. പിന്നീട് നെഡിന്റെ സഹായത്തോടെയാണ് കൺസി മെല്ലെ എഴുന്നേറ്റ് വന്നത്. അത് ഒരേ സമയം സംഭവവും ഒപ്പം എല്ലാവർക്കും ചിരിയും ഉണ്ടാക്കിയ ഒരു സംഭവമായി.
1868 ഏപ്രിൽ 16 ആ സമയമാകുമ്പോഴേക്കും നോട്ടിലസ് യാത്ര തുടങ്ങി. 68,000 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു. നെഡും പ്രൊഫസറും അന്നും കുറച്ചു കാലം രക്ഷപ്പെടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അവസാനം നെഡ് പറഞ്ഞു, നമ്മളുടെ പ്ലാൻ അനുസരിച്ച് രക്ഷപ്പെടലൊന്നും തൽക്കാലം നടക്കില്ല, നമുക്ക് ഒന്നുകൂടി ക്യാപ്റ്റൻ നെമോയോട് ചോദിച്ചാലോ. അങ്ങനെ പ്രൊഫസർ ക്യാപ്റ്റൻ നെമോയുടെ ക്യാബിനിലേക്ക് കയറി. ക്യാപ്റ്റൻ നെമോ കാര്യമായിട്ടൊരു ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഫസർ പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ക്യാപ്റ്റൻ നെമോ പറഞ്ഞു, പ്ലീസ്, ഞാനിപ്പോ ഇത്തിരി തിരക്കിലാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ പ്രൊഫസർ വീണ്ടും പറഞ്ഞു, അല്ല, എനിക്കിപ്പോ സംസാരിച്ചേ പറ്റൂ. ക്യാപ്റ്റൻ നെമോ വായന നടത്തി പ്രൊഫസർ നോക്കി. പ്രൊഫസർ പറഞ്ഞു, 7 മാസം കഴിഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ അകത്ത് എത്തിയിട്ട്, ഇനിയെങ്കിലും ഞങ്ങളെ മോചിപ്പിച്ചൂടെ? ക്യാപ്റ്റൻ നെമോ പറഞ്ഞു, അത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഞാനോ ഈ അന്തർവാഹിനിയോ ഈ കടലിലുണ്ടെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഓക്കെ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എനിക്കിപ്പോ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഈ കടലിലെ ജീവികളെ കുറിച്ച് പഠിക്കുന്നത് എന്റെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എവിടെയുണ്ടോ അവിടെ ഹാപ്പിയാണ് കൺസി. പക്ഷെ നെഡിന്റെ കാര്യം അങ്ങനെയല്ല. അയാൾക്ക് പഠനത്തിലും താല്പര്യമില്ല, മറ്റു കാഴ്ചകളിലും വലിയ താല്പര്യമില്ല. അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ വേട്ടയാടുക എന്നുള്ളതാണ്. അത്തരം ഒരാളെ ഇതിൻ്റെ അകത്ത് അടച്ചിടുന്നത് തികച്ചും അനീതിയാണ്. ക്യാപ്റ്റൻ നെമോ അതിന് പറഞ്ഞ മറുപടി എങ്ങനെയായിരുന്നു? എന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല, വേറൊന്നും പറയാനില്ലെങ്കിൽ താങ്കൾക്ക് പോകാം. അതിനുശേഷം പക്ഷെ ക്യാപ്റ്റൻ നെമോ പ്രൊഫസറുമായിട്ട് എപ്പോഴും ഒരു അകലം പാലിച്ചു. പഴയ രീതിയിൽ ക്ലോസ് ആയിട്ടുള്ള സംസാരമില്ല, വല്ലപ്പോഴേ കാണുകയുള്ളൂ. കാണുമ്പോൾ തന്നെ വളരെ ഫോമലായിട്ടുള്ള ഒരു സംസാരം മാത്രം. യാത്ര തുടർന്നു. ആ സമയത്ത് പ്രൊഫസർ കടലിനടിയിലൂടെ പോകുന്ന ഒരു ടെലിഗ്രാഫ് കേബിൾ കാണുകയാണ്. 1858 അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് ടെലിഗ്രാഫ് കേബിൾ സ്ഥാപിക്കപ്പെടുന്നത്. അത് പക്ഷെ അധികകാലം വർക്ക് ചെയ്തില്ല, അതിന് ഡാമേജ് പറ്റി. വീണ്ടും 1-2 തവണ പുതിയ കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടു, അതും അധികകാലം വർക്ക് ചെയ്തില്ല. പിന്നീട് ആ കേബിളുകളെല്ലാം കരയിലെടുത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, എല്ലാ കേബിളും തീരപ്രദേശത്തിന്റെ അടുത്ത് വെച്ച് തന്നെ ആണി അടിച്ച് തകർത്തിരിക്കുന്നു. 1866 കേബിൾ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അന്ന് യൂറോപ്പിന്റെ അമേരിക്കയുടെയും തീരത്ത് ആ കേബിൾ തുടങ്ങുക അവസാനിക്കുകയും ചെയ്യുന്ന ഭാഗത്ത് ഓരോ ബോർഡുകളും സ്ഥാപിക്കപ്പെട്ടു. ഈ കേബിളിന് നാശനഷ്ടം ഉണ്ടാക്കുന്ന ആൾക്കാരെ യാതൊരു വിചാരണയും കൂടാതെ കടലിലെറിഞ്ഞ് കൊല്ലുന്നതായിരിക്കും. അതോടെ പിന്നെ ആ കേബിള് ഇത്രയും കാലമായിട്ടും 2 കൊല്ലമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്യുന്നു. വീണ്ടും കുറച്ചു ദൂരം യാത്ര ചെയ്ത അവർ മാഴ്സലസ് എന്ന 1762 തകർക്കപ്പെട്ട ഒരു ഫ്രഞ്ച് യുദ്ധക്കപ്പലിന്റെ അടുത്തെത്തി. 74 ഗണ്ണുകളും 346 പട്ടാളക്കാരുമായി സഞ്ചരിച്ചിരുന്ന ആ കപ്പലിനെ ശത്രു സൈന്യം ആക്രമിച്ചു. വളരെ നേരം യുദ്ധം തുടർന്നു. ഒടുവിൽ മാഴ്സലസിന്റെ കൊടിമരങ്ങൾ ശത്രു സൈന്യം തകർത്തു. പട്ടാളക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട അവർ കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ മരിക്കുകയാണ്. അങ്ങനെ മുങ്ങിക്കൊണ്ടിരുന്ന ആ കപ്പലില് ആ പട്ടാളക്കാരെല്ലാം കടലിന്റെ അഗാധതയിലേക്ക് പോകും. ആ കപ്പലാണ് ഇപ്പൊ അവർ കാണുന്നത്. ഈ ചരിത്രങ്ങളെല്ലാം ക്യാപ്റ്റൻ നെമോ വിവരിക്കുന്നുണ്ട്. കഥകളെല്ലാം പണ്ട് പ്രൊഫസർ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ കപ്പല് ആദ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം കടലിന്റെ അടിയിൽ കൂടെ അതിനു മുമ്പ് യാത്ര ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴും അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ നെമോ പഴയ പോലെ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നില്ല, വളരെ ഫോമലായിട്ടുള്ള ഒരു സംസാരം മാത്രം. അവിടെ വന്ന് കടലിന് ഉപരിതലത്തിലേക്ക് വന്ന നോട്ടിലസിനെ ഒരു യുദ്ധക്കപ്പൽ ആക്രമിക്കുന്നു. ഏത് രാജ്യത്തിന്റെ യുദ്ധക്കപ്പലാണെന്ന് മനസ്സിലാവുന്നില്ല, കാരണം അതിലെ കൊടി എക്സിബിറ്റ് ചെയ്തിട്ടില്ല. ക്യാപ്റ്റൻ നെമോ പണ്ട് അബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പലിനോട് സ്വീകരിച്ച അതേ നയം, അതായത് ഒരു നിശ്ചിത അകലത്തിൽ പിടികൊടുക്കാത്ത രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് നെഡ് ഒരു കാര്യം ചെയ്തു. ആ കപ്പലിലുള്ള ആൾക്കാർക്ക് കീഴടങ്ങുന്ന സിഗ്നൽ കൊടുക്കുന്ന രീതിയിൽ വെള്ളത്തുണി വീശി കാണിച്ചു. 1 സെക്കൻഡ് മാത്രമേ ആ വീശാൻ പറ്റിയുള്ളൂ. ശക്തമായ ഒരു അടിയേറ്റ് നെഡ് എന്ന ആ അധികാരനായ മനുഷ്യൻ നിലത്ത് വീണു. പ്രൊഫസർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ അടിച്ച ആള് ക്യാപ്റ്റൻ നെമോ ആയിരുന്നു. ക്യാപ്റ്റൻ നെമോയുടെ ശരീരശക്തിയെ കുറിച്ച് അന്നാണ് എല്ലാവർക്കും ഒരു ഐഡിയ ശരിക്കും വരുന്നത്. നെഡിനെ പോലെ ഒരാളെ ഒരടിക്ക് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അസാധാരണ ശരീരശക്തിയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം പ്രൊഫസർക്ക് അപ്പം മനസ്സിലായി. അധികം വൈകാതെ നോട്ടിലസ് കടലിനടിയിലേക്ക് താഴ്ന്നു. അതിന്റെ മുൻവശത്തുള്ള ആ സ്റ്റീൽ കുന്തം പ്രൊജക്ട് ചെയ്തു. കടലിനടിയിലൂടെ അതിയെന്ന് ആ യുദ്ധക്കപ്പലിന്റെ ഹാളില്, അതായത് കപ്പലിന്റെ ബോഡി തുളച്ചു. ആ കപ്പൽ അതിലുള്ള എല്ലാ പട്ടാളക്കാരോടും കൂടി മുങ്ങി.
ആ പ്രവൃത്തിയിൽ നിന്ന് നെമോയെ തടയാൻ പ്രൊഫസർ കുറെ ശ്രമിച്ചു, പക്ഷേ വിഫലമായി. വീണ്ടും അറ്റ്ലാന്റിക്കിലൂടെ നോട്ടിലസ് അതിവേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. പ്രൊഫസറും നെഡും എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു. പ്രൊഫസർ കൂടുതൽ ഒന്നും ഒബ്സർവ് ചെയ്യാതായി. ഒരു ദിവസം രാവിലെ, ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ പ്രൊഫസർ സമയം നോക്കുമായിരുന്നു, ഡേറ്റ് നോക്കുമായിരുന്നു. ഇപ്പൊ അതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. നെഡ് വന്ന് പ്രൊഫസറോട് പറയുന്നു, ഇന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം. ആ സമയത്ത് കടലിന്റെ ഏകദേശ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോട്ടിലസ്. ഡേറ്റ് എന്നാണെന്നോ സമയം എത്രയെന്നോ പ്രൊഫസർക്ക് അറിയില്ല. അദ്ദേഹം ക്യാബിനിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറേ ഉണ്ടായിരുന്നില്ല. നെഡ് വീണ്ടും പറഞ്ഞു, ഇന്ന് രാത്രി 10 മണി. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ ആവരുത്, ഇത്തവണ നമ്മൾ വിജയിക്കണം. 9:30 മണിയായപ്പോ പ്രൊഫസർ ഒരു വിചിത്രമായ സംഭവം മനസ്സിലാക്കുകയാണ്. ക്യാപ്റ്റൻ നെമോയുടെ ക്യാബിനിൽ നിന്ന് ഒരു പിയാനോ മ്യൂസിക്, വളരെ ശോകം ഉളവാക്കുന്ന ഒരു മ്യൂസിക്, ഏകദേശം ഒരു 15 മിനിറ്റോളം ആ പിയാനോ മ്യൂസിക് നീണ്ടുവന്നു. അതിനുശേഷം ക്യാപ്റ്റൻ നെമോ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പ്രൊഫസർ കണ്ടു. ആ സമയത്ത് അദ്ദേഹം തേങ്ങിക്കരയായിരുന്നു. അദ്ദേഹം ചില വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട്. പ്രൊഫസർ ശ്രദ്ധിച്ചു. ഓ ദൈവമേ, പരീക്ഷണം മതിയാക്കൂ എന്നായിരുന്നു ക്യാപ്റ്റൻ നെമോ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. രാത്രി 10 മണിക്ക് മുൻ നിശ്ചയപ്രകാരം നെഡും കൺസിയും പ്രൊഫസറും ബോട്ടിനടുത്തെത്തി. അവര് ആ ബോട്ട് ഫ്രീ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നോട്ടിലസ് അതിവേഗതയിൽ വട്ടം കറങ്ങാൻ തുടങ്ങി. അതിശക്തമായ കറക്കത്തിൽ അവർ 3 പേരും തല കറങ്ങി ആ ബോട്ട് ക്യാബിനകത്ത് വീണു. അതിശക്തമായി തലയിടിച്ച് അവരുടെ ബോധവും നഷ്ടപ്പെട്ടു. പിന്നീട് ബോധം വരുമ്പോ ഒരൊറ്റപ്പെട്ട ദ്വീപിലെ ഒരു മുക്കുവ കുടിലാണ് പ്രൊഫസറും നെഡും കൺസിയും. അവരെങ്ങനെ അവിടെ എത്തി എന്ന് ആർക്കും അറിയില്ല. മീൻ പിടിക്കാൻ പോയ ആ മനുഷ്യൻ ആ തീരത്ത് കിടക്കുന്ന ഈ 3 മനുഷ്യരെ കാണുന്നു. അവരെ കുടിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നു. കാണുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാ ബോധം വന്നിരിക്കുന്നു. കൂടുതൽ സംസാരിച്ച പ്രൊഫസർക്ക് മനസ്സിലായി, 6 മാസത്തിലൊരിക്കൽ ഫ്രാൻസിൽ നിന്ന് അവിടേക്ക് വരുന്ന ഒരു സ്റ്റീമറാണ് പുറം ലോകവുമായിട്ടുള്ള ആകെയുള്ള ബന്ധം. അത് വരാൻ ഇനി ഒരു 4 മാസം കൂടി കഴിയും. ആ 4 മാസം അപ്പോ ആ മുക്കുവ കുടിലിൽ താമസിക്കേണ്ട അവസ്ഥയാണ്. ആ സമയത്ത് പ്രൊഫസർ അദ്ദേഹത്തിന്റെ ഡ്രസ്സിനകത്ത് വാട്ടർ പ്രൂഫായിട്ട് പൊതിഞ്ഞു വെച്ചിരുന്ന അദ്ദേഹം അതുവരെ തയ്യാറാക്കിയ നോട്ടുകൾ പുറത്തെടുത്തു. അടുത്ത പുസ്തകത്തിനുള്ള റോ മെറ്റീരിയൽസ്. ഇതോടെ 20,000 ലീഗ്സ് അണ്ടർ ദ സീ എന്നുള്ള ഈ നോവലിലൂടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ക്യാപ്റ്റൻ നെമോ എന്നുള്ളതോ, ക്യാപ്റ്റൻ നെമോ എങ്ങനെ ഈ മനുഷ്യരോടെല്ലാം അകലം പാലിച്ച് ഇത്തരം ഒരു ജീവിതം തിരഞ്ഞെടുത്തു എന്നോ നമുക്കിപ്പോ അറിയില്ല. അത് ഷൂൾസ് വേണിന്റെ മറ്റൊരു ബുക്കായ മിസ്റ്റീരിയസ് സൈലൻസ് എന്ന നോവൽ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് ഇനിയൊരു അവസരത്തിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.